നിങ്ങൾ എടുത്ത ലോട്ടറിയാണ് സൈലം, അത് കൃത്യമായിട്ട് അടിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നോ നിങ്ങൾക്കൊരു ജോലി വേണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല ചെയ്തത്. നിങ്ങൾ വളരെ കൃത്യമായ ഒരു ചോയ്സിലേക്ക് പോവുകയും ആ ചോയ്സിൽ വിശ്വസിക്കുകയും അത് കൃത്യമായി ബുൾസൈ അടിക്കുകയും ചെയ്തു. നിങ്ങളിപ്പോ കേട്ടത് നമ്മുടെ ആസിഫിയുടെ വാക്കുകളാണ്. ഇക്കഴിഞ്ഞ UPSCയുടെ സക്സസ് മീറ്റിന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കപ്പെട്ട നമ്മുടെ ആസിഫിക്ക വന്നിട്ട് നമ്മളെ ഏവരെയും കോരിത്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗാണ്, നിങ്ങളൊരു ലോട്ടറി എടുത്തു, ആ ലോട്ടറി വളരെ കൃത്യമായി അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് ഗൂസ്ബമായിരുന്നു. കാരണം ഇത്രയും മനോഹരമായി ആ വിജയത്തെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലായിരുന്നു ആസിഫിക്കയുടെ ആ ഒരു ഡയലോഗ് എന്ന് പറയാം. നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ ലോട്ടറി എടുത്ത ആൾക്കാരെ ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. നോക്കണേടാ, ഇത് നമ്മുടെ UP സ്കൂൾ അസിസ്റ്റന്റിന് 1ാം റാങ്ക് നേടിയ 7 ജില്ലകളിൽ 1ാം റാങ്ക് നേടിയ ആൾക്കാരെയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെയാണ് നിങ്ങൾ ആ കാണുന്നത്. അതിനുശേഷം കണ്ടോ, ഇത് അന്ന് വന്ന ഒട്ടുമിക്ക ആൾക്കാരെയും വെച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ് നിങ്ങൾ ആ കാണുന്നത്. അതിനുശേഷം LPST, നമുക്ക് മാത്രം UPSC മാത്രമല്ല LPSTയിലും സൈലത്തിന് ആ ലോട്ടറി അടിച്ചു. അതിനുശേഷം LDCക്കും നമുക്ക് എന്ത് ചെയ്തു, ലോട്ടറി അടിച്ചു. LP സ്കൂൾ അസിസ്റ്റന്റ് റിസൾട്ടിന്റെ അവാർഡിംഗ് സെറമണിക്ക് വന്നത് നമ്മുടെ ഭാവനയായിരുന്നു. അതിനുശേഷം LDCക്ക് വന്നത് ബേസിലായിരുന്നു. അതിനുശേഷം 3ാം തവണ ആസിഫിക്ക വന്നിരിക്കുന്നു. ഇതിൽ എന്താ പറയാനായിട്ട്, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് തന്നെ. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ച പ്ലാറ്റ്ഫോമായിട്ട് സൈലത്തിന്റെ പ്ലാറ്റ്ഫോം കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് മാറിയിരിക്കുന്നു. ഞാനത് പറയാൻ കാരണം, ഇതാ മറ്റൊരു ലോട്ടറി. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് എന്നാണ് ഈശ്വര ഒരു ലോട്ടറി അടിക്കാൻ പോകുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൈലത്തിന്റെ 4ാമത്തെ ലോട്ടറിക്കുള്ള സമയമായിരിക്കുന്നു. ഒരു ഡിഗ്രി ആസ്പിറന്റിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ലോട്ടറി നിങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു. ആ ലോട്ടറിയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്. ഏകദേശം 4000-ൽ പരം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു തസ്തികയാണ് ഈ പറയപ്പെടുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 15-ാം തീയതി ഔട്ടായ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. അതിന്റെ ആ ബാച്ചിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ ആ ഒരു ബാച്ചിനെ പറ്റിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച തസ്തികകളിലൊന്നാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ അഥവാ എന്താ പറയുക, ആ ഒരു അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 40,000-ന് മുകളിൽ സാലറി സ്കെയിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള നല്ലൊരു പോസ്റ്റാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. കാറ്റഗറി നമ്പർ 2 കാറ്റഗറി നോട്ടിഫിക്കേഷനാണ് ഉള്ളത്. ഒന്ന് കാറ്റഗറി നമ്പർ 382/2025 അല്ലേ, എവിടത്തേക്കാ? ഒന്ന് KSFE, അതുപോലെ തന്നെ KSEB, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, കെൽട്രോണ്, കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമെന്റ്സ്, ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള അഗ്രോ മിഷൻ കോർപ്പറേഷൻ, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ജോലിയിലേക്ക് എന്ത് ചെയ്യാം, ഏർപ്പെടാൻ വേണ്ടിയുള്ള തസ്തികയാണിത്. അതുപോലെ തന്നെ വേറൊന്നൊരു കാറ്റഗറി ഉണ്ട്, 383/2025. 2 കാറ്റഗറിയാണ്, പക്ഷെ എക്സാം ഒന്നാണ്. ഒന്ന് KSFE KSEBിലേക്കും, മറ്റൊന്ന് KSRTC. ഇതിൽ നമ്മുടെ KSFEയുടെ ആ ഒരു സ്കെയിൽ ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ താഴ്ന്ന സ്കെയിലായിരിക്കും, ഒരു 30+ ആയിരിക്കും ഇവിടുത്തെ സ്കെയില്. എന്നാൽ KSFE KSEBിലൊക്കെ ഫസ്റ്റ് കാറ്റഗറി 382/2025 ഏകദേശം ഒരു 40+ പേ സ്കെയിൽ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു 30+ ആയിരിക്കും ഉണ്ടാവുക. KSRTC, കേരള ലിവിസ്റ്റിക് ഡെവലപ്മെന്റ് ബോർഡ്, ഫാമിംഗ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SCST മുതലായിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് മുതലായ സ്ഥാപനങ്ങളിലാണ്. 2 ലിസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് വരിക. എക്സാം ഒന്നായിരിക്കും, 2 ലിസ്റ്റ് ആയിരിക്കും വരിക. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വടിക്ക് 3 പക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കമ്പനി ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ സ്റ്റാൻഡേർഡിൽ തന്നെ യൂണിവേഴ്സിറ്റി നടക്കും. ഇത് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ഇതിൻ്റെ എക്സാം കഴിയുമ്പോഴേക്കും വീണ്ടും അടുത്ത് വരും, അടുത്തൊരു നല്ലൊരു എക്സാമിലേക്ക് അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് എന്ത് ചെയ്യും, അടുത്ത് വരും. അപ്പോൾ ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാവുന്ന 2 കിടിലം പോസ്റ്റുകളാണ് നിലവിൽ സെറ്റ് ആയിരിക്കുന്നത്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ, അതിനുശേഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഗസറ്റ് ഡേറ്റ് 15/10/2025 നോട്ടിഫിക്കേഷൻ വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ നവംബർ മാസം 19. അതുവരെ കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. വളരെ മികച്ച ഒരു തസ്തികയാണ്, നല്ല സ്കെയിലുള്ള അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ KSEBയിലും അതുപോലെ തന്നെ KSFയിലൊക്കെ പോകുമ്പോൾ, KSFയിൽ നമ്മൾ ചിട്ടി അടയ്ക്കാനൊക്കെ പോകുമ്പോൾ അവിടെ AC ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ, അത് അസിസ്റ്റന്റ് ഗ്രേഡ് ഈ പരീക്ഷ എഴുതി വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. 4000+ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത്യാവശ്യം നല്ല വാക്കൻസി ഉള്ള. അതിൻ്റെ ഏജ് ലിമിറ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 2/1/81 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്വാളിഫിക്കേഷനെ പറ്റി അവിടെ പറഞ്ഞു വെച്ചു. ദെൻ ഇതുവരെയുള്ള കഴിഞ്ഞ ലിസ്റ്റിലെ നിയമനം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിലയിരുത്താം. കഴിഞ്ഞ ലിസ്റ്റ് നമുക്കറിയാം, അന്ന് 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ആ ഒരു പരീക്ഷ, 2021 പരീക്ഷ വന്നു. അതിൽ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 15/10/2020 ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 1642. ഇത് മറ്റേ KSFE KSEBിലേക്കാണ് ലാസ്റ്റ് 1642. ഏകദേശം 2 വർഷമായിരിക്കുന്നു ആ ലിസ്റ്റിന്റെ കാലാവധി വന്നിട്ട്. ഇപ്പോൾ ആദ്യ ലിസ്റ്റിൽ നിന്നും 1642 വരെ എടുത്തു കഴിഞ്ഞു. അതായത് KSFE KSEB പോലെയുള്ളതിൽ 1642 വരെ എടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് നമ്മുടെ എന്താ പറയുക, KSRTC പോലെയുള്ള രണ്ടാമത്തെ സ്കെയിലിൽ നിന്ന് എടുത്തിട്ടുള്ളത് 803 വരെ. അപ്പോൾ ഏകദേശം 2400ഓളം പേർക്ക് ഇതിനോടകം തന്നെ നിയമനം കിട്ടിയ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഏകദേശം 4000+, 4000-ന് മുകളിൽ വാക്കൻസി ഫില്ല് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹ്യൂജ് വാക്കൻസി ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ അവസരം മിസ് ചെയ്യരുത്. നമ്മൾ അതിനു വേണ്ടി സൈലം ഒരു ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന നവംബർ മാസം 1-ാം തീയതിയാണ് അല്ലേ, കേരളപ്പിറവി ദിനത്തിലാണ് നമ്മൾ ആ ബാച്ച് അനൗൺസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2999 രൂപ അല്ലേ, ഒരു 3000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ്, നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിന് അതുപോലെ തന്നെ ഒരു പ്രിലിംസ് എക്സാമും അതുപോലെ തന്നെ ഒരു മെയിൻസ് എക്സാമും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് ആണ് ഇത്. ഇപ്പോൾ കമ്പനി ബോർഡിൻ്റെ സിലബസ് അല്ല ഇത് ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസിൻ്റെ സിലബസ് ആണ്. ഓൾമോസ്റ്റ് അത് തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജനറൽ നോളജിലേക്ക് വന്ന് ഹിസ്റ്ററി 10 മാർക്കിന്, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, കലാസാംസ്കാരികം 10 മാർക്ക്, കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക് 5 മാർക്ക്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്ക്, ഇംഗ്ലീഷ് 20, പിന്നെ 10 മാർക്ക് മലയാളം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിക്കാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നമ്മുടെ ബാച്ചിൻ്റെ വാലിഡിറ്റി 6 മാസമാണ്. ഒരു 6 മാസത്തിനകത്ത് നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് മെയിൻസിലേക്ക് വരും. അപ്പോൾ ഒരു കൊല്ലത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഒരു അടിപൊളി പോസ്റ്റ് ക്രാക്ക് ചെയ്യാനുള്ള വലിയൊരു ലോട്ടറിയാണ്. ആസിഫിക്ക പറഞ്ഞതുപോലെ വലിയൊരു ലോട്ടറിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും ആരും എന്ത് ചെയ്യരുത്, ഈ ലോട്ടറി മിസ് ചെയ്യരുത്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ പറയുന്നൊരു ഡയലോഗുണ്ട്, യുവർ ചോയ്സ് ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനി എന്ന് പറയും. നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങളെടുക്കുന്ന റൈറ്റ് ചോയ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രോബബ്ലി നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേരും. അത്തരത്തിലുള്ളൊരു മികച്ചൊരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആരും എന്ത് ചെയ്യും, നഷ്ടപ്പെടും. നമുക്കൊരു നല്ലൊരു ടീമാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസും അടങ്ങുന്ന ഒരു ടീമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ സാറിൻ്റെയും ജെറിൻ സാറിൻ്റെയും ഗ്രാൻഡ് എൻട്രിയാണ് ഇക്കഴിഞ്ഞ സക്സസ് മീറ്റിൽ നമ്മൾ കണ്ടത്. അതേ കണക്ക് ജെറിൻ സാറും മൻസൂർ സാറും നേതൃത്വം കൊടുക്കുന്ന ആ ഒരു പക്ക ടീമിൻ്റെ ആ ഒരു കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലക്ഷ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ട്. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് അത്തരത്തിൽ സൈലത്തെ വിശ്വസിച്ചും സൈലത്തെ ഫാക്കൽറ്റീസിനെ വിശ്വസിച്ചും ഈ ഒരു നേട്ടം കരസ്ഥമാക്കിയ, അല്ലെങ്കിൽ ആസിഫിക്കയുടെ വാക്ക് വീണ്ടും കടമെടുക്കുകയാണെങ്കിൽ ലോട്ടറി അടിച്ച ടീമുകളാണ് ഈ നിൽക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നാളെ നിങ്ങളാവാം. നിങ്ങളെടുക്കുന്ന ഈ ലോട്ടറി ഉറപ്പായിട്ടും മടിച്ചിരിക്കും. ഉറപ്പായിട്ടും അതിനോടൊപ്പം നിങ്ങളുടെ കൂടെ
സൈലം ഉണ്ടാവും, സൈലത്തിന്റെ ടീച്ചേഴ്സ് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. Music thumping, the crowd is live. 1,000 ladies ready to slide. I got the baddest looking chick in the whole place. Got the baddest looking chick in the whole place. Got the baddest looking